ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ATH ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ചില പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്ത് ഇപ്പോഴാണ് എല്ലാം റെഡി ആയത്. ഈ വീഡിയോ ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ചാണ്. ഓർഗാനിക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും പേടിയാണ്. എനിക്കും പേഴ്സണലി പറയുകയാണെങ്കിൽ ഓർഗാനിക് തീരെ ഇഷ്ടമല്ല. കുറേ റിയാക്ഷൻസ്, മെക്കാനിസം, ഇതെല്ലാം ഒരു വലിയ കടൽ പോലാണ്. അപ്പോൾ ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഓർഗാനിക് സെറ്റ് ആവില്ല. അപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഗോ ബാക്ക് ടു യുവർ ബേസിക്സ്. ഓർഗാനിക്കിൻ്റെ ബേസിക് നന്നായി തറമാക്ക്. അതാണ് നമ്മുടെ അടിസ്ഥാനം. ഓർഗാനിക് കെമിസ്ട്രിയുടെ അടിസ്ഥാനം മനസ്സിലാക്കുക. അപ്പോൾ ഒരു വീടിൻ്റെ ഉറപ്പ് അതിൻ്റെ അടിത്തറയിലാണ്. അപ്പോൾ ഞാൻ അധികം കത്തിയടിച്ചിട്ട് സമയം കളയുന്നില്ല. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ബേസിക്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ നമുക്ക് ഒരു ഓർഗാനിക് റിയാക്ഷൻ എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങാം. S+R gives P. എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് നോക്കാം. S എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ്, R എന്ന് പറയുന്നത് അറ്റാക്കിംഗ് റിയേജൻറ്റ്. ഒരു സബ്സ്ട്രേറ്റ് അറ്റാക്കിംഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് P എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഇതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു സാധാ ഓർഗാനിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബേസിക് ടേംസുകളുണ്ട്. നമ്മൾ ഓർഗാനിക്കിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചില വേർഡുകളുണ്ട്, അത് നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താം. ഇലക്ട്രോഫൈലുകൾ, ന്യൂക്ലിയോഫൈലുകൾ, റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റുകൾ ആൻഡ് എഫക്ട്സ് ഇൻ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. അപ്പം എന്താണ് ഇലക്ട്രോഫൈൽ? ഇലക്ട്രോൺ ലവർ. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. ഇലക്ട്രോണിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. They are electron lover and they are electron deficient. And the electrophile attack at electron rich center. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെൻറ്ററുകളിലാണ് ഇലക്ട്രോഫൈലുകൾ അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഇലക്ട്രോഫൈലുകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണുകളാണ്. Cl+, H+, Br+, എക്സെട്ര. അതാണ് നമ്മുടെ ഇലക്ട്രോഫൈലുകളുടെ എക്സാമ്പിൾ. ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റുള്ള ചില കോമ്പൗണ്ടുകളും ഇലക്ട്രോഫൈലുകളാണ്. BF3, AlCl3. നമ്മൾ ജനറൽ നൊട്ടേഷൻ എന്ന് പറയുന്നത് E+ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജനറലായിട്ട് ഇലക്ട്രോഫൈലുകളെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇനി നമുക്ക് ന്യൂക്ലിയോഫൈലുകൾ എന്തെല്ലാം എന്ന് പഠിക്കാം. ന്യൂക്ലിയോഫൈൽ നമ്മുടെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ന്യൂക്ലിയസ് ലവിങ്. ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവ ന്യൂക്ലിയസ് ലവർ എന്നറിയപ്പെടുന്നു. ആൻഡ് ദേ ആർ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. ഇലക്ട്രോണുകൾ റിച്ച് ആയിട്ടുള്ള സ്പീഷീസുകളാണ് അത്. പിന്നെ അറ്റാക്ക് അറ്റ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സെൻറ്റർ. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സെൻറ്ററുകളിലാണ് അത് അറ്റാക്ക് ചെയ്യുന്നത്. ആ ഭാഗങ്ങളിലാണ് അത് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അവ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസാണ്. അത് നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസുകളാണ് ന്യൂക്ലിയോഫൈലുകൾ. OH-, Cl-, CH3- എന്നിവയെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലുകളുണ്ട്. H2O എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോഫൈലാണ്. അതുപോലെ തന്നെ നമ്മുടെ ബെൻസീൻ എന്ന് പറയുന്ന ഒരു പൈ ഇലക്ട്രോണുള്ള ഒരു ന്യൂക്ലിയോഫൈലാണ്. അപ്പം എന്താണ് ഇലക്ട്രോഫൈൽ, എന്താണ് ന്യൂക്ലിയോഫൈൽ എന്നതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഒന്നുമില്ല, ഇലക്ട്രോഫൈൽ ഇലക്ട്രോണിനെ ലവ് ചെയ്യുന്ന ആൾ. പിന്നെ അവ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മോളിക്യൂളുകളാണ്. അതിൻ്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അത് നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ ന്യൂക്ലിയോഫൈൽ പറയുകയാണെങ്കിൽ ന്യൂക്ലിയസ് ലവിങ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. പിന്നെ ദേ അറ്റാക്ക് അറ്റ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സെൻറ്റർ. ഈ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റുകൾ എന്തെല്ലാം എന്ന് പറയാം. അതായത് നമ്മളൊരു റിയാക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊരു സാധനം ഫോം ചെയ്യും. അത് വളരെയധികം അൺസ്റ്റേബിൾ ആണ്, പക്ഷെ അതാണ് അതിൻ്റെ കോർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അതിൻ്റെ റിയാക്ഷൻ്റെ നടുക്കൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ, അതിനാണ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. കാർബോകാറ്റയോൺ, കാർബാനയോൺ, ഫ്രീ റാഡിക്കൽ, കാർബീൻസ്. അപ്പോൾ നമുക്ക് എന്താണ് കാർബോകാറ്റയോൺ എന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ബോണ്ട് രണ്ട് തരത്തിൽ ക്ലീവ് ചെയ്യുന്നുണ്ട്. ക്ലീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വിഘടിക്കുക. ഒരു ബോണ്ട് എങ്ങനെ വിഘടിക്കുക? രണ്ട് തരത്തിലുള്ള ബോണ്ട് വിഘടനങ്ങളുണ്ട്. ക്ലീവേജ് എന്നാണ് വിഘടനത്തിന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ബോണ്ട് ക്ലീവേജുകളുണ്ട്. ഹോമോലിറ്റിക് ഫിഷൻ ആൻഡ് ഹെട്രോലിറ്റിക് ഫിഷൻ. ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത് H എന്നെടുക്കുക. ഇത് ഹോമോലിറ്റിക് ക്ലീവേജ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഇലക്ട്രോണുകളുണ്ട്. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ റാഡിക്കൽസ് H. എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ക്ലീവേജ്. എന്നാൽ എന്താണ് ഹെട്രോലിറ്റിക് ക്ലീവേജ് നമുക്ക് നോക്കാം. HCl എന്ന് പറഞ്ഞെടുക്കുന്നു.
എല്ലാ അയോണുകളും ഇങ്ങോട്ടേക്ക് പോവുകയാണ്, അതായത് എച്ചിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ പ്ലസ് ചാർജ് ഉണ്ടാവും. ഇത്തരം ഫിഷനെ വിളിക്കുന്ന പേരാണ് ഹെട്രോലിറ്റിക് ക്ലീവേജ്. അപ്പം ഈ കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത് ഒരു ഹെട്രോലിറ്റിക് ക്ലീവേജ് വഴിയാണ് ഉണ്ടാവുന്നത്. അതിന് 6 ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിലുണ്ട്, അവ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറയുന്നത് ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എന്നിങ്ങനെയാണ്. ഇനി നമുക്ക് കാർബാനയോണുകളും ഫ്രീ റാഡിക്കളും നോക്കാം. കാർബാനയോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതേമാതിരി തന്നെ ഹെട്രോലിറ്റിക് ആയിട്ടുള്ള ക്ലീവേജ് വഴിയാണ് കാർബാനയോണുകൾ ഉണ്ടാവുന്നത്. നെഗറ്റീവ്ലി ചാർജഡ് ആണ് അവ, ഫോൺ ബൈ ഹെട്രോലിറ്റിക് ക്ലീവേജ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസുകളാണ്. അപ്പം ഫ്രീ റാഡിക്കൽ ഉണ്ടാവുന്നത് ഹോമോലിറ്റിക് ക്ലീവേജ് വഴിയാണ്. ഇനി നമുക്ക് ഓർഗാനിക് റിയാക്ഷൻസിലേക്ക് കടക്കാം. നമുക്ക് കോടിക്കണക്കിന് റിയാക്ഷനുകളുണ്ട്, ഒരുപാട് റിയാക്ഷനുകളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ ഞാനിവിടെ കുറച്ച് റിയാക്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻ ടൈപ്പുകൾ. ഇതിൻ്റെ പല വെറൈറ്റികൾ ഉണ്ടാവാം, പക്ഷേ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻസ്. നമുക്ക് അതൊന്ന് നോക്കിയിട്ട് നമുക്ക് പതുക്കനെ ആ ആഴക്കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അഡീഷൻ റിയാക്ഷൻ, എലിമിനേഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആൻഡ് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ ആൻഡ് റിഡോക്സ് റിയാക്ഷൻ, എക്സ്ട്രൂഷൻ റിയാക്ഷൻ, നെയിംഡ് റിയാക്ഷൻ എന്നിങ്ങനെയാണ് ഇവ. നമുക്ക് ഇതിൻ്റെ എല്ലാം ബേസിക്കിലേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. അപ്പം ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. അഡീഷൻ റിയാക്ഷൻ. എന്താണ് അഡീഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. C∪C ഇങ്ങനെ ഒരു ആൽക്കീൻ ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാനൊരു ആൽക്കീൻ വരച്ചിട്ടുണ്ട്. ഈ ആൽക്കീനിലേക്ക് ഞാൻ XY എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നു. അപ്പം ആൽക്കീനുകൾ എന്ന് പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിൽ നിന്നും സിംഗിൾ ബോണ്ട് ഉള്ള XY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത്തരം റിയാക്ഷനുകളിൽ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായി മാറുകയാണ്. അവിടെ XY എന്ന് പറയുന്നത് അഡീഷനാണ്. ഇതിനെയാണ് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അഡീഷൻ റിയാക്ഷൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഇലക്ട്രോഫിലിക് അഡീഷൻ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ, അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് കിടക്കാം. പിന്നെയുള്ളതാണ് രണ്ടാമത്തത് എലിമിനേഷൻ റിയാക്ഷൻ. നോക്കാം, CAB എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ മോളിക്യൂൾ റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ അത് ഒഴിവായിട്ട് ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അതായത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആവുന്നു. അത്തരം റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേഷൻ റിയാക്ഷൻസ് പലതരത്തിലുണ്ട്. നമുക്കതിൻ്റെ വെറൈറ്റികളിലേക്കൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കിടക്കാം. അടുത്തതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഫുട്ബോളിൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതുപോലെയുള്ള ചെറിയ റിയാക്ഷനുകളാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. RX എന്ന് പറഞ്ഞുള്ള കോമ്പൗണ്ട് വൈയുമായി റിയാക്ട് ചെയ്ത് എക്സിന് പകരം വൈ വരുന്നു, RY ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നാലാമത്തത് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ. ഇവിടെ നോക്കുക, WAB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അത് WBA ആയിട്ട് റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് മാറുന്നു. അത്തരം റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ. പിന്നുള്ളതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ എന്നാണ് ഓക്സിഡേഷൻ റിയാക്ഷന് പറയുന്നത്. അവിടെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുന്നു. അത്തരം റിയാക്ഷനുകളാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇവയെക്കുറിച്ച് നമുക്കറിയാം. റിഡക്ഷൻ റിയാക്ഷൻ ഉണ്ട് അടുത്തത്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് റിഡക്ഷൻ റിയാക്ഷൻ. അത്തരത്തിലുള്ള റിയാക്ഷൻസുകളുണ്ട്. പിന്നെയുള്ളതാണ് എക്സ്ട്രൂഷൻ റിയാക്ഷൻ. എക്സ്ട്രൂഷൻ റിയാക്ഷനിൽ ഇപ്പോൾ നോക്കുക, XYZ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ XYZൽ നിന്നും Y എക്സ്ട്രൂഡ് ചെയ്തിട്ട് XZY ആയി മാറുന്നു. അതായത് Y എക്സ്ട്രൂഡ് ചെയ്യപ്പെടുന്നു. അത്തരം റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രൂഷൻ റിയാക്ഷൻ. പിന്നെ ഒരുപാട് നെയിംഡ് റിയാക്ഷൻസും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻ ടൈപ്പുകൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ഓരോ റിയാക്ഷനിലേക്കും ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ ഇതാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തത് കുറച്ച് റഷ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പകുതി മനസ്സിലാവിട്ടുണ്ടാവില്ല. ചില കാര്യങ്ങളിലൊക്കെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുക. താങ്ക് യു.